VPP മുസ്തഫ കൂടെ CPM പ്രതിനിധി VPP മുസ്തഫ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മുസ്തഫ, നോക്കൂ, ഈ രണ്ട് സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനം അത് ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ ആ നടപടി നിയമപരമല്ലെന്ന് കാണിച്ച് ഉത്തരവിറക്കിയിരിക്കുകയാണ്. ഈ ഒരു വിഷയത്തിൽ നേരത്തെ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവും വന്നിരുന്നു. എന്നാൽ അതിനെ എതിർത്തുകൊണ്ടാണ് ഗവർണർ ഈ മേൽക്കോടതിയിലേക്ക് പോയത്. എന്തായാലും ഇപ്പോൾ ഈ ഗവർണർക്കെതിരെയുള്ള വിമർശനങ്ങൾ രൂക്ഷമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, അതുപോലെ തന്നെ ഈ സർവകലാശാലകളിലെ പ്രശ്നങ്ങളടക്കം രൂക്ഷമായി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഗവർണർക്ക് ഏറ്റിരിക്കുന്നത് ഒരു കനത്ത തിരിച്ചടി തന്നെയാണ്. ഇത് സർക്കാർ തുടക്കം മുതൽ സ്വീകരിച്ചു വരുന്ന ഒരു നിലപാടുണ്ട്. അത് കേരളത്തിലെ സർവകലാശാലകളുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ എയ്ഡോടുകൂടി പ്രവർത്തിക്കുന്ന സർവകലാശാലകളുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനുള്ള അവകാശം അംഗീകരിക്കപ്പെടണം. ചാൻസലർക്കുള്ള അധികാരം എന്ന് പറയുന്നത് യാതൊരു നിയന്ത്രണങ്ങളും ഇല്ലാത്ത, പരിധിയില്ലാത്ത ഒരു അധികാരമാണ് എന്ന ദാസ്യത്തോടു കൂടിയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി, പ്രത്യേകിച്ച് ശ്രീ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലം തൊട്ട് ഇങ്ങോട്ട് പ്രവർത്തിച്ചു വരുന്നത്. അവിടെ തുടക്കം മുതൽ സംസ്ഥാന ഗവൺമെന്റ് എടുത്ത നിലപാടുണ്ട്. ആ നിലപാടിനുള്ള അംഗീകാരമാണ് ആദ്യം സിംഗിൾ ബെഞ്ചിൽ നിന്നും ഇന്നിപ്പോ ഡിവിഷൻ ബെഞ്ചിൽ നിന്നും ബഹുമാനപ്പെട്ട ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇത് മനസ്സിലാക്കി കേന്ദ്ര സർക്കാരിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഈ അതിസങ്കുചിതമായ സമീപനത്തിൽ നിന്ന് മാറാൻ ചാൻസലർ തയ്യാറാകണം. ഗവർണർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിന്റെ നിയമനമാണ്. പക്ഷെ ചാൻസലർ എന്ന് പറയുന്നത് സംസ്ഥാന നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നിയമനമാണ്. അതുകൊണ്ട് ചാൻസലർ പ്രവർത്തിക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ഉപദേശങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും അനുസരിച്ചിട്ടായിരിക്കണം. അത് മനസ്സിലാക്കാനുള്ള വിവേകവും ബുദ്ധിയും ഇല്ലാത്തവരൊന്നും അല്ല ഈ ഗവർണർമാരായിട്ട് നിയമിതരായവർ. പക്ഷെ ഇവരെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ രാഷ്ട്രീയ യജമാനന്മാരുടെ നിർദ്ദേശങ്ങൾക്കും അവരുടെ പ്രീതിക്കും വേണ്ടിയിട്ടാണ്. ആ വിഷയമാണ് ഏറ്റവും മോശമായ നിലയിൽ ഇന്നിപ്പോ കേരള ഹൈക്കോടതിയിൽ നിന്ന് വലിയ നിലയിലുള്ള തിരിച്ചടി നേരിടുന്ന അനുഭവം ഉണ്ടായിട്ടുള്ളത്. നമ്മൾ കാണേണ്ടത് ഈ നിയമനം നടത്തിയത് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരിക്കുമ്പോഴാണ്. സിംഗിൾ ബെഞ്ചിന്റെ വിധിക്കെതിരായിട്ട് അപ്പീൽ പോയിരിക്കുന്നത് നിലവിലെ ഗവർണറാണ്. അദ്ദേഹം ഗവർണറായി ചുമതലയേറ്റ ശേഷമാണ് ചാൻസലർ എന്നുള്ള നിലയിൽ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ അപ്പീൽ പോയിരിക്കുന്നത്. അതുകൊണ്ട് നിലവിലെ ഗവർണർക്ക് തന്നെ നേരത്തെ ഉണ്ടായ ആരിഫ് മുഹമ്മദ് ഖാന്റെ, ഇവരെ നിയമിച്ചത് ആരിഫ് മുഹമ്മദ് ഖാൻ ആണെങ്കിലും ഇപ്പോ വന്നിരിക്കുന്ന വിധി, ഡിവിഷൻ ബെഞ്ചിന്റെ വിധി, നിലവിലെ ഗവർണർ രാജേന്ദ്ര അർലേക്കർ തന്നെ നൽകിയിട്ടുള്ള അപ്പീലിന്മേലുള്ള ഉത്തരവാണ് എന്നുള്ളത് കൊണ്ട് ഈ ഗവർണർക്ക് തന്നെ കിട്ടിയിട്ടുള്ള വലിയ തിരിച്ചടിയായിട്ട് തന്നെ ഇതിനെ കാണേണ്ടതുണ്ട്. പക്ഷെ ഇത് കേവലം ഗവർണർ എന്ന് പറയുന്ന പദവിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല. കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്ന സമീപനങ്ങൾക്കുള്ള തിരിച്ചടിയാണ്. നിങ്ങൾ നോക്ക്, കേന്ദ്ര സർവകലാശാലകളുണ്ടല്ലോ, സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ. ഇപ്പൊ കേരളത്തിൽ തന്നെ കാസർഗോഡ് ജില്ലയിലാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉള്ളത്. അവിടുത്തെ VC നിയമിക്കുന്നത് ആരാ? അത് കേന്ദ്ര ഫണ്ടിൽ പ്രവർത്തിക്കുന്ന സെൻട്രലി സ്പോൺസേർഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്നതനുസരിച്ചിട്ടാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ VC വരുന്നത്, നിയമനം നടക്കുന്നത്. സ്വാഭാവികമായിട്ടും ഒരു സാമാന്യ നീതി എന്നുള്ള നിലയിൽ സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെ എയ്ഡിൽ പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ സംസ്ഥാന നിയമങ്ങൾക്കനുസരിച്ചിട്ടല്ലേ VC നിയമനം നടക്കേണ്ടത്. അതാണല്ലോ ഇപ്പോൾ കോടതി ശരിവെച്ചിരിക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റ് നൽകുന്ന പാനലിൽ നിന്നായിരിക്കണം താൽക്കാലിക VC നിയമനം നടക്കേണ്ടത്. ഇനി സ്ഥിരം VC നിയമനവും ആ നിലയിൽ തന്നെയാണ് വരേണ്ടത്. സംസ്ഥാന ഗവൺമെന്റിന് കൂടി പങ്കാളിത്തമുള്ള നിലയിലായിരിക്കണം അങ്ങനെ ഒരു സെലക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ടായിരിക്കണം വരേണ്ടത്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് ഇപ്പൊ നമുക്ക് ഈ താൽക്കാലിക VC നിയമനത്തിൽ തന്നെ ഇപ്പൊ പിടിച്ചു നിൽക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അതും ഈ ഗവർണർമാരെന്ന ചാൻസലർമാരെന്നുള്ള നിലയിൽ ഈ ഗവർണർമാർ സ്വീകരിക്കുന്ന രാഷ്ട്രീയ താല്പര്യം കൊണ്ടല്ലേ. അവരുടെ ആളുകളെ എങ്ങനെയെങ്കിലും വളഞ്ഞ വഴിയിലൂടെ തിരികെ കൊണ്ടുവരണം. അതിനുവേണ്ടി അവർ നടത്തുന്ന പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ സർവകലാശാലകളിൽ ഇപ്പോൾ സ്ഥിരം VC നിയമനം നീണ്ടുപോകുന്നത്. നമ്മുടെ നിയമസഭ നിയമം പാസാക്കിയല്ലോ, ആ നിയമം ഒപ്പിടാൻ പോലും തയ്യാറാകുന്നില്ല. സർവകലാശാലകളുടെ VC നിയമനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കേരളത്തിലെ സർവകലാശാലകളിലെ ആക്ടുകൾ ഭേദഗതി ചെയ്യുന്ന നിയമനിർമ്മാണം കൊണ്ടുവന്നു. അതിനു പോലും തയ്യാറാകുന്നില്ല. അങ്ങനെ അതിസങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾക്കേറ്റ തിരിച്ചടിയാണ്. അതുകൊണ്ട് കേവലം ആരിഫ് മുഹമ്മദ് ഖാനോ രാജേന്ദ്ര അർലേക്കറോ എന്നൊക്കെ പറയുന്ന ഗവർണർ പദവിയിൽ ഇരിക്കുന്ന ഏതെങ്കിലും വ്യക്തികളോടുള്ള നിലപാടിന്റെ പ്രശ്നമല്ല ഇത്. BJP RSSനാൽ നിയന്ത്രിക്കപ്പെടുന്ന കേന്ദ്ര ഭരണത്തിന്റെ ഈ സങ്കുചിതമായ വർഗീയ കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾക്കുള്ള തിരിച്ചടിയായിട്ട് വേണം ഇതിനെ കാണാൻ.
തീർച്ചയായും ഈ ഒരു തിരിച്ചടി എന്ന് പറയുന്നത് ഗവർണർക്ക് മാത്രമുള്ളതല്ല. ഈ സർവകലാശാലകൾ കാവ്യവൽക്കരിക്കാനായി നടപ്പാക്കുന്ന ഓരോ ശ്രമങ്ങൾക്കുമുള്ള തിരിച്ചടിയാണ്. ഈ സർവകലാശാലകളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു മത്സരങ്ങൾക്കുള്ള ഒരു ഉത്തരം കൂടെയാണിത്. കാരണം ഇപ്പോൾ നമുക്കറിയാം ഈ സർവകലാശാലകളിലെ ഈ പോരിന് പിന്നാലെ വിദ്യാർത്ഥികളുടെ ഭാവി അടക്കം തുലാസിലാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. നിരവധി ഫയലുകൾ ഒപ്പിടാതെ കെട്ടിക്കിടക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ ഇന്ന് പുറത്തു വന്നിരുന്നു. അത് കാണേണ്ടതാണ്. ഇപ്പൊ നിങ്ങൾ കാണേണ്ടത് ഈ തനി RSS നിലപാടുള്ളവർ തന്നെ ആകണമെന്നുമില്ല. കോൺഗ്രസ്സുകാരായ ആളുകളെ പോലും എങ്ങനെ ഇത്തരം പ്രലോഭനങ്ങളിൽ പെടുത്തി സ്ഥാനമാനങ്ങൾ നീട്ടി നൽകി കീഴ്പ്പെടുത്താൻ കഴിയുന്നു എന്നുള്ളതിന്റെ തെളിവാണല്ലോ ഇപ്പോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്നത്. കേരള യൂണിവേഴ്സിറ്റി VC കറകളഞ്ഞ RSS ആണ്. എന്നാൽ ചുമതല വഹിക്കുന്ന നമ്മുടെ ആരോഗ്യ സർവകലാശാല VC മോഹനൻ കുന്നുമ്മൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അവർ താൽക്കാലിക VC ആയിട്ട് നിയമിച്ചത് അവിടുത്തെ തന്നെ അധ്യാപകനായിട്ടുള്ള ഡോക്ടർ രവീന്ദ്രനാണ്. അദ്ദേഹം അവിടെ കോൺഗ്രസ് അധ്യാപക സംഘടനയുടെ നേതാവായിരുന്നല്ലോ. പക്ഷേ ഇപ്പോ RSSകാരനായ ചാൻസലറുടെ കാരുണ്യത്താൽ ഈ താൽക്കാലിക VC പദവിയിലേക്ക് വന്നപ്പോൾ അദ്ദേഹം കോൺഗ്രസിന്റെ വഴികളും ഗാന്ധിയൻ വഴികളും എല്ലാം മറന്ന് സേവാഭാരതിയുടെയും RSSന്റെയും ശാഖയിലെ ശിഷ്യനായി മാറിയിരിക്കുകയാണല്ലോ. അങ്ങനെ എടുത്ത നിലപാടുകളാണല്ലോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുള്ള സമരങ്ങൾക്ക് കാരണമായി തീരുന്നത്. ഇത്തരത്തിൽ ഈ കാവ്യവൽക്കരണത്തിനു വേണ്ടി കേരളത്തിന്റെ മഹിതമായ ഒരു പാരമ്പര്യത്തെ അട്ടിമറിക്കുന്ന വിധത്തിൽ രാഷ്ട്രീയമായിട്ട് തങ്ങൾക്ക് കീഴ്പ്പെടുത്താൻ കഴിയാത്ത കേരളത്തെ വളഞ്ഞ വഴിയിലൂടെ എങ്ങനെയെങ്കിലും കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയുമോ? അതിനാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇങ്ങനെ അരക്ഷിതമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്ന വിധത്തിൽ ചാൻസലർമാരായ ഗവർണർമാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീ VPP മുസ്തഫ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.